ദക്ഷിണ കേരള ലജ്നത്തുൽ മുഅല്ലിമീൻ അടിമാലി മേഖലയും മഹല്ല് കോർഡിനേഷനും സംയുക്തമായി എല്ലാ വർഷവും നടത്തുന്ന മീലാദ് റസൂൽ സംഗമവും ആയിരങ്ങൾ അണിനിരുന്ന ഫലസ്തീൻ ഐക്യദാർഢ്യം മിലാദ് സന്ദേശ റാലിയും നടത്തി. അതിനുശേഷം അടിമാലി ജുമാ മസ്ജിദ് അങ്കണത്തിൽ നടന്ന പൊതുസമ്മേളനം ഇടുക്കി എം പി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു. ദക്ഷിണ കേരള ലജ്നത്തുൽ മുഅല്ലിമീൻ അടിമാലി മേഖലയും മഹല്ല് കോർഡിനേഷനും സംയുക്തമായി എല്ലാ വർഷവും നടത്തുന്ന മീലാദ് റസൂൽ സംഗമം ഈ വർഷം തിരുനബിയുടെ 1500ാമത് ജന്മദിനത്തോടനുബന്ധിച്ച് നടത്തി. ആയിരങ്ങൾ അണിനിരന്ന ഫലസ്തീൻ ഐക്യദാർഢ്യം മിലാദ് സന്ദേശ റാലിയും നടത്തി. അതിനുശേഷം അടിമാലി ജുമാ മസ്ജിദ് അങ്കണത്തിൽ നടന്ന പൊതുസമ്മേളനം ഇടുക്കി എം പി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു. ലോകത്ത് ഇന്ന് നടക്കുന്ന എല്ലാ തരത്തിലുമുള്ള അസ്വസ്ഥതകൾ, സർവോപരി ഫലസ്തീൻ ജനത അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, അവിടെയെല്ലാം സാമ്രാജ്യത്വ ശക്തികളുടെ ഭരണകൂട ഭീകരതയുടെ കടന്നുകയറ്റത്തിന്റെ പേരിൽ മനുഷ്യജീവനുകൾ പൊലിഞ്ഞു വീഴുമ്പോൾ കുഞ്ഞു കുട്ടികൾ ഉൾപ്പെടെ അവരുടെ എല്ലാ തരത്തിലുമുള്ള ഭാവി ഇല്ലാതെയാക്കുന്ന, ഒരു ജനതയെ സമൂലമായി ഇല്ലാതെയാക്കുന്ന ഏറ്റവും ഹീനമായ ക്രൂരമായ കൊടും കൃത്യങ്ങൾ, അങ്ങനെ ഒരുപാട് പ്രതിസന്ധികളിലൂടെ നമ്മുടെ ലോക സമൂഹം ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ദേവികുളം MLA അഡ്വക്കേറ്റ് എ രാജ മുഖ്യ പ്രഭാഷണം നടത്തി. കുറച്ചു കാലത്തിനുള്ളിൽ ഒരു രാജ്യത്തിന്റെ തന്നെ ഒരു ഭരണഘടന അദ്ദേഹത്തിന് എഴുതാൻ സാധിച്ച ഒരു മഹാമനുഷ്യനാണ്. സാധാരണ ഒരാളെ കുറിച്ച് അറിയുമ്പോൾ, നമ്മളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ കാര്യങ്ങൾ അറിയുമ്പോൾ അദ്ദേഹത്തോട് വലിയ രീതിയിലുള്ള ഒരു ബഹുമാനമെല്ലാം നമുക്ക് തോന്നാറുണ്ട്. അത്രത്തോളം നല്ല കാര്യങ്ങളെല്ലാം മാനവീയത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ രാജ്യം ഇങ്ങനെയായിരിക്കണം, നമുക്കൊരു ശത്രുക്കൾ പാടില്ല, അങ്ങനെ ശത്രുക്കൾ ഉണ്ടെങ്കിലും ശത്രുക്കളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകണം. എല്ലാ മനുഷ്യരോടും സ്നേഹം കാണിച്ചുകൊണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്ന് എഴുതി വച്ചിട്ടുള്ള ഒരു പ്രവാചകനാണ്. സ്വാഗത സംഘം ചെയർമാൻ PA ബഷീർ ആനച്ചാൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കൺവീനർ നിസാർ ബദ്രി രാജാക്കാട് സ്വാഗതം ആശംസിച്ചു. ഫാദർ ജോബിൻ മാർക്കോസ്, വേദതീർത്ഥസ്വാമികൾ, ശിവഗിരി മഠം എന്നിവർ മാനവ സൗഹാർദ്ദ സന്ദേശം നൽകി. ഒരുവന് നൽകുവാൻ സാധിക്കുന്ന മനോഹരമായ സമ്മാനം എന്ന് പറയുന്നത് അവനുമായി സൗഹൃദത്തിലാകുക എന്നുള്ളതാണ് എന്ന് കേൾക്കുവാനായിട്ട് ഇടയായിത്തീരുന്നു. മുഹമ്മദ് നബിയുടെ ജീവിതം പഠിച്ചും അതിനെ പാലിച്ചും അതിനോട് ചേർന്ന് നിൽക്കുമ്പോൾ നമ്മൾ മറ്റുള്ളവരിലേക്ക് ചില അതിർവരമ്പുകളും അതിർത്തികളും അല്ലെങ്കിൽ അതിനെയൊക്കെ തരണം ചെയ്തും അതിനെയൊക്കെ അതിജീവിച്ചും മാനവരാശിയുടെ രക്ഷയ്ക്കായി സഹോദര സ്നേഹത്തോടുകൂടി ചേർന്നിരുന്നു കൊണ്ട് എല്ലാവരിലേക്കും സൗഹൃദങ്ങളായി പടർന്നു കയറുവാനായിട്ട് നമുക്ക് സാധിക്കണം. മനുഷ്യന് മനുഷ്യത്വമാണ് മതം. ആ മനുഷ്യത്വം നമ്മളിൽ ലോകത്തിൽ മൊത്തത്തിലും ഉണ്ടാകുമായിരുന്നു എങ്കിൽ ഇനി ഉണ്ടാകുമെങ്കിൽ പാലസ്തീനിലെ പോലെ നീചമായ ഈ പ്രവർത്തികൾ ഒന്നും തന്നെ ഇന്ന് നമ്മുടെ ലോകത്തിൽ നടനമാടില്ലായിരുന്നു. ശാശ്വതമായ സത്യദർശനത്തിലൂടെ അമരത്വത്തിലേക്ക് നയിക്കാൻ ദർശനങ്ങൾ എന്നും നമ്മെ സഹായിക്കുന്നു. നമ്മെ നമ്മുടെ ഗുരുക്കന്മാർ, പ്രവാചകന്മാർ അനുഗ്രഹിക്കട്ടെ. സത്യവും ധർമ്മവും അഹിംസയും കാരുണ്യവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മുഹമ്മദ് തൗഫീഖ് ബദ്രി മിലാദ് റസൂൽ പ്രഭാഷണവും നടത്തി. യോഗത്തിൽ അടിമാലി ടൗൺ ജുമാ മസ്ജിദ് ഇമാം മുഹമ്മദ് ഷെരീഫ് അൽ അർഷാദി സംസാരിച്ചു. മാമലകൾ കൊണ്ടുവന്നിട്ട് കനകമാക്കട്ടെയോ എന്ന് ചോദിച്ചപ്പോ വേണ്ട എന്ന് പറഞ്ഞ നേതാവ് വളരെ ലളിതമായ ജീവിതം നയിച്ച് പ്രയാസങ്ങൾ അനുഭവിച്ച് ജീവിച്ച വ്യക്തിയായിരുന്നു. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ചു തന്ന മഹിതമായ സന്ദേശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മാലോകർക്ക് പകർന്നു കൊടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ റബീഹിന്റെ ഈ സുന്ദരമായ ഈ പരിശുദ്ധമായ മജ്‌ലിസിൽ വെച്ചുകൊണ്ട് എന്റെ അമ്മാറത്താകുന്ന നഫ്സിനോടും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോടും ഉണർത്താനുള്ളത്, നൌഷാദ് മിഫ്താഹി, KH അലി, നൌഫൽ ബാഖവി, നിസാർ ബാഖവി, അഷ്റഫ് ഫൈസി, അനസ് ഇബ്രാഹിം, സുനീർ കാരിമറ്റം എന്നിവർ സംസാരിച്ചു. വിവിധ മസ്ജിദുകളുടെ ഇമാമുമാർ, കമ്മിറ്റി ഭാരവാഹികൾ ഉൾപ്പെടെ നിരവധി പേർ യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, അടിമാലി.